അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ തങ്ങളെക്കുറിച്ചുള്ള മദ്ഹകൾ, ആ നബിയുടെ പേരുള്ള സ്വലാത്തുകൾ, സലാമുകൾ കഴിഞ്ഞ കാലങ്ങൾ നമുക്ക് എപ്പോഴും അനിവാര്യമായിരുന്നു. എന്തിനും ഏതിനുമുള്ള പ്രതിവിധിയായി നമ്മളത് കണ്ടിരുന്നു. എന്തിനേറെ ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് പൊന്നാനിയിൽ ജീവിച്ച് മലബാറിലെ മുസ്ലിങ്ങൾക്ക് ഏറ്റവും വലിയൊരു വിളക്കുമാടമായി മാറിയ സൈനുദ്ദീൻ മഖ്ദൂം റഹിമഹുല്ലാഹ് മഹാനവരുടെ മുമ്പിലേക്ക് പൊന്നാനി ഭാഗത്ത് അതിശക്തമായ രോഗം പിടിപെട്ടുകൊണ്ട് ആളുകൾ 8-10 ആളുകൾ ദിവസം മരിക്കുന്ന അവസ്ഥ വന്നു. സൈനുദ്ദീൻ മഖ്ദൂം എന്ന് പറയുന്ന മഹാന മുമ്പിൽ വന്നുകൊണ്ട് നാട്ടുകാർ സങ്കടം പറഞ്ഞു. സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ ഷറഫൽ അനാം എന്ന് പറയുന്ന മൗലിദിനെ ഒന്നുകൂടി ചുരുക്കിയിട്ട് മങ്കൂസ് മൗലിദ് ഉണ്ടാക്കി. എന്നിട്ട് നാട്ടുകാരോട് പറഞ്ഞു, എല്ലാ വീട്ടിലും ഈ മങ്കൂസ് മൗലിദ് കഴിക്കണം എന്ന്. ഒരു കാലത്ത് നമ്മൾ മങ്കൂസ് മൗലിദ് തന്നെ ചുരുക്കി ഉണ്ടാക്കിയ മൗലിദാണ്. നമ്മൾ അതും ചുരുക്കി അവസാനം വെട്ടിച്ചുരുക്കി. അങ്ങനത്തെ ഏർപ്പാടേ ഇല്ല ഇപ്പോ, അല്ലേ? നാട്ടിലെ വിഷമങ്ങൾ തീരാൻ, രോഗമില്ലാതെയാകാൻ സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ പറഞ്ഞു കൊടുത്തത് പരിശുദ്ധമായ മൗലിദാണ്. അള്ളാന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പേരുള്ള പരിശുദ്ധ സ്വലാത്തുകളാണ്, സലാമുകളാണ്. ഇന്നലകളിൽ ഒരു സഹോദരിക്ക് പ്രസവിക്കണമെങ്കിൽ ആ സഹോദരിയുടെ മുമ്പിൽ വെച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആൻ ഓതിയിട്ട് നഫീസത്തുമാല ചൊല്ലിയാൽ വളരെ സുഖകരമായി പ്രസവിക്കുമായിരുന്നു. ഇന്നോ ഒരൊറ്റ പ്രസവം വീട്ടിൽ നടക്കാറില്ല. എല്ലാം ഹോസ്പിറ്റലിലായി. പരിശുദ്ധമായ ബാങ്ക് വിളിക്കാനും അല്ലാഹുവിന്റെ വചനങ്ങൾ കേൾപ്പിക്കാൻ പോലുമുള്ള സാഹചര്യങ്ങൾ ഇല്ലാതെയായി. ബിസ്മിയും ഹംദും സലാത്തും നൽ സലാമും പിന്നെ വെള്ളിനെ ഫീസത്ത് മാല ഞാൻ തുടങ്ങിയിടുന്നേ എന്ന് കഴിഞ്ഞ കാലങ്ങളിൽ ഏത് ആണിന്റെയും പെണ്ണിന്റെയും ചുണ്ടിലുണ്ടായിരുന്ന ഈ മന്ത്രങ്ങൾ, നഫീസത്ത് ബീവിയെ കുറിച്ചുള്ള ഈ പരിശുദ്ധമായ മദ്ഹകൾ ഇന്നില്ലാതെയായി. അതെല്ലാം അവസാനിച്ചു പോയപ്പോൾ പൈശാചിക ആധിപത്യമായി, പിശാചിന്റെ ആധിപത്യമായി, ദാരിദ്ര്യമല്ലാതെ തിന്മകളില്ലാതെ പിന്നെ എന്തുണ്ടാവാൻ? പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് സമൂഹമേ, എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, ഒരു തിരിഞ്ഞു നടക്കൽ അനിവാര്യമാണ്, ഒരു തിരിച്ചുപോക്ക് അനിവാര്യമാണ്. അള്ളാന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പോലെ, പരിശുദ്ധ ഇസ്ലാമിന്റെ ശരീഅത്ത് പഠിപ്പിക്കും പോലെ ജീവിക്കലല്ലാതെ വേറെ യാതൊരു വഴിയും നമ്മുടെ മുമ്പിലില്ല. ആത്മീയത പറയുമ്പോൾ ഞാനതിന്റെ ഈ പ്രധാനപ്പെട്ട ഈ വിഷയം മാത്രമാണ് പറയുന്നത്.